വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിലുള്ള സഹൃദയരെ, സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഈ പ്രൗഢമായ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്ന CPM അടക്കമുള്ള എല്ലാ മതേതര പാർട്ടികളും യോജിക്കുന്ന ഒരു പോയിന്റുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം നേടിക്കൊടുക്കരുത് എന്നതാണ് ആ യോജിക്കുന്ന വിഷയം. ഭിന്നിപ്പിക്കലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൻ്റെ ലക്ഷ്യം. ചേർന്ന് നിൽക്കലാണ് അതിനുള്ള മറുപടി. ആ ചേർന്ന് നിൽപ്പിന് ഈ സെമിനാർ കരുത്തു പകരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രത്യാശിക്കുകയാണ്. ഈ വിഷയത്തിൽ നമുക്കാർക്കും ആശയക്കുഴപ്പം ഉണ്ടാകരുത്. ഇതിൽ ആരോടൊപ്പമെല്ലാം നിൽക്കണം, ആരെയെല്ലാം ചേർത്ത് പിടിക്കണം എന്ന കാര്യത്തിൽ അവ്യക്തത ഒരിക്കലും ഉണ്ടാവേണ്ടതില്ല. ഇത് ഒരു ആക്സിഡന്റ് സംഭവിച്ചതുപോലെയാണ് നാം പരിഗണിക്കേണ്ടത്. മനോഹരമായ ഒരു ദേശീയപാതയിലൂടെ ചെറുതും വലുതുമായ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേക സ്പീഡിലാണ് ഓടുന്നത്, പ്രത്യേക ദിശകളിലേക്കാണ് പോകുന്നത്, പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വാഹനത്തിനിടയിലേക്ക് കയറി വന്ന ഒരു അപകടമാണ് ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അപകടം സംഭവിക്കുമ്പോൾ അവിടെ ആളുകൾ ഒരുമിച്ച് കൂടും. അവിടെ രോഗികളെ വാഹനത്തിൽ കയറ്റും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അങ്ങനെ അതിന് പല രീതിയിലും സഹായിക്കും. അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക. അത് വാഹനത്തിൽ കയറ്റിയവർ ഹോസ്പിറ്റലിൽ എത്തിക്കൊള്ളണമെന്നില്ല, ഹോസ്പിറ്റലിൽ എത്തിച്ചവർ ചികിത്സിക്കാനുണ്ടായിക്കൊള്ളണമെന്നില്ല, ചികിത്സിക്കാനുണ്ടായവർ പണം നൽകാനുണ്ടായിക്കൊള്ളണമെന്നില്ല. അവസാനം ബാക്കിയാകുന്നത് ആ വിഷയത്തിൽ ആത്മാർത്ഥതയുള്ളവർ മാത്രമാണ്. ആ കൂട്ടത്തിൽ CPM ഉണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ നിലപാട് കൃത്യമായി നമുക്ക് എടുക്കാൻ സാധിക്കണം. ഇതിൽ നടപ്പാക്കുന്നവർക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ട്. എന്താണ് കരട് എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. എതിർക്കുന്നവർക്കിടയിലും രണ്ട് തരത്തിൽ ഇതിനെ എതിർക്കുന്നവരുണ്ട്. അതൊന്ന്, ഇപ്പോൾ ഇത് നടപ്പാക്കേണ്ടതില്ല, പിന്നീടാവാം എന്ന ഒരു രീതിയാണ്. മറ്റൊന്ന്, ഏകീകൃത സിവിൽ കോഡ് അഥവാ വ്യക്തി നിയമത്തിൽ ഇടപെടരുത് എന്ന നിലപാടാണ്. ഇവിടെ രണ്ടാമത്തെ നിലപാടിനൊപ്പമാണ് നമ്മൾ ഉള്ളത് എന്ന് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. കാരണം ഇത് ഭരണഘടനയ്ക്ക് എതിരാണ്. വീട് പൊളിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ പടിപ്പുര ഉണ്ടാക്കാറില്ല. ഭരണഘടനയുടെ മൗലികാവകാശം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. അതിൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ പടിപ്പുരയാണ്. ആ പടിപ്പുര ഉണ്ടാക്കാൻ മറ്റു കല്ലുകൾ കൊണ്ടുവരികയല്ലാതെ വീട് പൊളിച്ചുകൊണ്ട്, മൗലികാവകാശങ്ങൾ പൊളിച്ച് തകർത്തുകൊണ്ട് ഒരിക്കലും തന്നെ നാം മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കാൻ ഭരണഘടനാ വിശാരദന്മാരാരും തന്നെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റൊന്ന്, ഇസ്ലാമികമായി സൂചിപ്പിക്കുമ്പോൾ വ്യക്തി നിയമം എന്ന് പറയുന്നത് ദൈവികമാണ്. അതുകൊണ്ട് തന്നെ അതിൽ കൈകടത്തുക എന്നത് സൃഷ്ടികളായ നമുക്ക് പാടില്ല എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. നമ്മുടെ ഭൂമിയിൽ മാത്രമേ നമുക്ക് ക്രയവിക്രയത്തിന് അധികാരമുള്ളൂ. അയൽവാസിയുടെ ഭൂമിയിൽ പോയി നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം വ്യക്തികൾക്കും സംഘടനകൾക്കും പോലും ഇതിൽ കൈകടത്തുവാൻ അധികാരമില്ലാത്ത ഒരു വിഷയമാണിത്. ഇത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായി വഹയിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കപ്പെട്ട കാര്യമാണ് ഇസ്ലാമിൽ ശരീഅത്ത് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ ചിലർ വിചാരിക്കും ഇതൊക്കെ ശരീഅത്ത് ദൈവികമാണ് എന്ന് പറഞ്ഞ് എന്ത് അനീതിയുമാകാം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന്. എന്നാൽ ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇസ്ലാമിക വ്യക്തി നിയമം മറ്റൊരാൾക്കും ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഒന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. രണ്ടാമത്, മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ആർക്കെങ്കിലും ഇതിൽ പരിമിതിയോ പരാതിയോ ഉണ്ട് എങ്കിൽ അവരെയും ആരും നിർബന്ധിക്കുന്നില്ല. അവർക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം. പക്ഷെ അത് ഞങ്ങൾ ചെയ്യുന്നത് ഇസ്ലാമാണ് എന്ന് പറയുകയും വാദിക്കുകയും ചെയ്യരുത് എന്ന് മാത്രമേ അതിൽ പ്രശ്നമുള്ളൂ. ഈ വിഷയത്തിൽ ഇടപെടുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമിക ശരീഅത്ത് ഇവിടെ പലപ്പോഴും ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഈ ശരീഅത്തിന്റെ എല്ലാ ഭാഗവും പഠിച്ച് ഇതിൽ ഇടപെടണം എന്ന് മാത്രമാണ്. ഒരു ചായക്കടയിൽ ഒരു തർക്കം ഉണ്ടാവുകയാണ്. എന്താ തർക്കം? തൊട്ടടുത്ത വീട്ടിലെ ഹാജിയാര് നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ് തർക്കം. ഒരാൾ പറഞ്ഞു, ആ ഹാജിയാര് നമസ്കരിക്കുന്നത് നിന്ന് കൈകെട്ടിക്കൊണ്ടാണ് നമസ്കരിക്കുന്നത്. മറ്റേയാൾ പറയുന്നത് അതല്ല, അയാൾ നിലത്ത് കമഴ്ന്ന് കിടന്ന് സുജൂദ് ചെയ്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. ഭയങ്കര തർക്കം. മൂന്നാമത്തെ ഒരു കക്ഷി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം,
ഏതാനും സമയം കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കും ഈ പള്ളിയിൽ. അവിടെ ഒന്ന് പോയി നമുക്ക് വീക്ഷിക്കാം ആജിയാർ എന്താ ചെയ്യുന്നത്. അവരാദ്യം അവിടെ പോയി നിന്നു. ആജിയാരുടെ മുഴുവൻ നമസ്കാരവും കണ്ടു. അപ്പൊ ആദ്യം കണ്ടത് എന്താ? ആ കൈകെട്ടി നിൽക്കുന്ന രംഗം മാത്രമേ മറ്റേ ആൾ കണ്ടിട്ടുള്ളൂ. മറ്റേ ആൾ സുജൂദിൽ കിടക്കുന്ന രംഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാം കണ്ടപ്പോൾ വിഷയം തീർന്നു. ഇതുപോലെയാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ വശം. കേട്ട് കഴിഞ്ഞാൽ ഉടനെ അത് കെട്ടലും കെട്ടിക്കലും തലാക്കും കാര്യങ്ങളും അതാണ് ഇസ്ലാമിക ശരീഅത്ത് എന്നാണ് ആളുകളുടെ ധാരണ. അങ്ങനെയല്ല. ഇസ്ലാമിന്റെ വളരെ സമഗ്രമായ വിഷയങ്ങളാണത്. അതിനെക്കുറിച്ച് അതിൽ ഇടപെടുന്നവരോടാണ് ഞാൻ പറയുന്നത്, അത് പഠിച്ച് ഇടപെടാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ പലരും ഇവിടെ പറഞ്ഞു വെക്കുന്നത് തുല്യത വേണം. അതൊക്കെ നമ്മൾ പലപ്പോഴും എത്താറുള്ളത് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ തുല്യത കൊണ്ടുവരണം സ്വത്തിന്റെ കാര്യത്തിൽ എന്നതാണ്. അതിൽ യാതൊരു അനീതിയും ഇസ്ലാം ചെയ്തിട്ടില്ല. അത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു പിതാവ് 4 മക്കളുണ്ട് അദ്ദേഹത്തിന്. 3 ആൺമക്കളും ഒരു പെൺകുട്ടിയും. 4 പേരെയും ഒരു വാഹനം കൊടുത്ത് അവരോട് ടൂർ പോകാൻ വേണ്ടി പറഞ്ഞു. 3 ആൺമക്കൾക്കും 300 രൂപ വീതം കൊടുത്തു. പെൺകുട്ടിക്ക് 200 രൂപയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അതുവരെ പെട്രോളും അതുപോലെ തന്നെ ഭക്ഷണവും മറ്റു എല്ലാ ചെലവും കൊടുക്കേണ്ടത് നിങ്ങൾ 3 പേരാണ്. ഇവളെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങാൻ പാടില്ല. തിരിച്ചു വന്നപ്പോൾ 3 ആളെ കാശും തീർന്നിട്ടുണ്ട്, ഇവളെ കാശ് ബാക്കിയാണ്. ആരെയാണ് അവിടെ ആദരിച്ചത്? പുരുഷന്റെ മേലിൽ ബാധ്യത വെക്കുകയും സ്ത്രീക്ക് ഓഫർ കൊടുക്കുകയും ചെയ്ത ഒരു രീതിയാണ് ഇസ്ലാം ഈ വിഷയത്തിൽ ചെയ്തിരിക്കുന്നത്. അതിലൊരിക്കലും തന്നെ അനീതിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുരുഷാധിപത്യത്തിന്റെ മറ്റൊരു മുഖമാണ് സ്ത്രീക്ക് കൂടുതൽ ബാധ്യതകൾ വെച്ചു കൊടുക്കുക എന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ അറിയുക, പ്രധാനമന്ത്രിക്ക് ഏക സിവിൽ കോഡ് നടപ്പായിക്കൊള്ളണമെന്നില്ല. 2024 ഇലക്ഷൻ വിജയിച്ചാൽ മതി. ഏക സിവിൽ കോഡ് നടപ്പാക്കാനല്ല കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. മണിപ്പൂരടക്കമുള്ള ഭരണപരാജയം മറച്ചു പിടിക്കാൻ മാത്രമാണ്. BJP പ്രതിപക്ഷ ഐക്യത്തെ ഭിന്നിപ്പിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. വർഗീയവാദികൾ ഏക സിവിൽ കോഡല്ല അവരുടെ ഉദ്ദേശം. വെറുപ്പ് വ്യാപിക്കലാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ UDF-നെ ഭിന്നിപ്പിക്കലാണ്, LDF-നെ ഭിന്നിപ്പിക്കലാണ്, ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളെ ഭിന്നിപ്പിക്കലാണ്, മതസംഘടനകളെ ഭിന്നിപ്പിക്കലാണ്. ഈ ഭിന്നതക്ക് ഒരിക്കലും നമ്മൾ കൂട്ടുനിൽക്കരുത് എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. BJP വേട്ടക്കാരും മുസ്ലിങ്ങൾ ഇരകളും എന്ന കാഴ്ചപ്പാട് നമ്മൾ തിരുത്തണം. ഇവിടെ 2 കക്ഷിയേ ഉള്ളൂ. ഒന്ന് ഹിന്ദുത്വ രാഷ്ട്രവാദികളും മറ്റൊന്ന് മതനിരപേക്ഷവാദികളുമാണ്. ഹിന്ദുത്വവാദികൾ വേട്ടക്കാരാണ് എങ്കിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുന്ന മതനിരപേക്ഷവാദികളാണ് അതിന്റെ ഇരകൾ. നമുക്ക് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകണം. വിഭാഗീയതയുടെ വക്താക്കൾ അറിയുക, മാനവ സൗഹാർദ്ദത്തിന്റെയും ബഹുസ്വരതയുടെയും പുഷ്പങ്ങളെ നിങ്ങൾക്കൊരുപക്ഷെ തല്ലിക്കൊഴിക്കാൻ സാധിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ഈ പൂന്തോട്ടത്തിന്റെ വസന്തത്തെ നിങ്ങൾക്കൊരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.